എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേസ് മച്ചന്മാർക്കും പുതിയൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സിലോപ്പിയെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചാല് തന്നെയാണ്. ഈ ചാലിൻ്റെ ഇരു സൈഡിലും വെള്ളം പൊങ്ങുമ്പോൾ ഈ കാണുന്ന കണ്ടങ്ങളിലൊക്കെ നമുക്ക് സിലോപ്പിയ നമുക്ക് നല്ല രീതിയിൽ ഒരു 1 കിലോ 2 കിലോയൊക്കെ അടുത്തുള്ള സിലോപ്പിയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നൊരു സ്പോട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടുന്ന് സ്ഥിരമായിട്ട് നമ്മൾ വരുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും ഈ സിലോപ്പിയെ പിടിക്കുമ്പോൾ ചിലപ്പം നമുക്ക് ചാകരയായിരിക്കും, ചിലപ്പം നമുക്ക് ഒന്നും കിട്ടത്തില്ലായിരിക്കും. അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യം പോലാണ്. അപ്പം നേരെ നമുക്കിനി ഫിഷിങ്ങിലോട്ട് നമുക്കിനി കടക്കാം. നമുക്ക് സിലോപ്പി പിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണിരയാണ്. മണ്ണിര എന്ന് പറയുമ്പോൾ ഈ പന്നിവര ടൈപ്പില്ലേ, അതായത് അതിനെ കുറച്ച് കോർത്തിട്ട് കുറച്ച് ഭാഗം വെള്ളയിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ, അതാകുമ്പോൾ നമുക്ക് സിലോപ്പിയൊക്കെ പെട്ടെന്ന് വന്ന് തീറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ സിലോപ്പി പിടിക്കുമ്പോൾ എപ്പോഴും ഇടുന്നത്. നമ്മൾ കണ്ടങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ, അതായത് ഫുൾ വരെ നിങ്ങൾ മുഴുവൻ കോർക്കാതെ കുറച്ച് കുത്തി വെച്ചിട്ട് ബാക്കി നിങ്ങൾ താഴോട്ട് വരയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സിലോപ്പിയ കിട്ടാൻ നല്ലൊരു സാധ്യത കാണും. പിന്നെ വെയിലുള്ളപ്പോഴാണ് കൂടുതലായിട്ട് സിലോപ്പിയ കിളയായിട്ട് വരുന്നത്. ഇവിടുന്ന് പൊതുവേ നമുക്ക് കിളയായിട്ട് വരുമ്പോഴാണ് കിട്ടുന്നത്. ഇപ്പം കാലാവസ്ഥ ഒരു മങ്ങിയൊരു കാലാവസ്ഥയാണ്. എന്തായാലും ഞങ്ങളൊരു 3 പേരുണ്ട്. 3 പേരും ഓരോരുത്തർ ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള സിലോപ്പിയൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടാതിരിക്കുന്ന ഒരു പ്രദേശമല്ല. അപ്പം നമുക്കിനി ഫിഷിങ്ങിന് നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. ഇതിന് തലേ ദിവസം നമുക്ക് നമ്മുടെ കൂടെ വന്ന സുഹൃത്തിനെ നമുക്കൊരു 1/2 കിലോ മേളുള്ളൊരു വലിയൊരു സിലോപ്പി നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഒരു സമയമാണ് മീൻപിടുത്തം എന്ന് പറയുന്നത്, ഒരു ഭാഗ്യം പോലെയാണ്. നമ്മൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. ചിലപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയാൽ ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും വെള്ളം കിട്ടുന്നത്. അതൊക്കെ ഒരു ഭാഗ്യം പോലാണ്. അപ്പോൾ ഇന്ന് കാലാവസ്ഥ ഒരല്പം മോശമാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ 3 പേര് നല്ല പന്നിവരെ തന്നെയാണ് ഞങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്നത്. കവർ ഇതിലിട്ട് തൽക്കാലം തൽക്കാലം ഇതിനകത്തെങ്കിലും ഇട്. തൽക്കാലം അതിനകത്തിട്ട് കുഴപ്പമില്ല. നല്ല പിടുത്തോ വേറെ കവറുണ്ടോ? എടുത്തുണ്ടോ? നൈസായിരുന്നേ. ഞാൻ കണ്ടു എന്തോ ഇല്ലാന്ന് മനസ്സിലായി, പക്ഷെ എന്തോ മനസ്സിലായില്ല. ഈ ടൈപ്പ് അല്ലേ ഈ ടൈപ്പ് സിലോപ്പി ഇടുന്നല്ലേ? അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നപ്പോഴാണ് ചെറിയൊരു കൊത്ത് കണ്ട് എടുത്തപ്പോഴാണ് ചെറിയൊരു സിലോപ്പിയ കിട്ടിയത്. ചെറിയൊരു സിലോപ്പിയാണ് ആദ്യം തന്നെ കിട്ടിയത്. കാരണം സിലോപ്പിയ വരുവാണെങ്കിൽ ഇവന്മാർ കൂട്ടത്തോടാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പോച്ചയൊക്കെ നല്ല രീതിയിൽ ഇവന്മാർ അനക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് വരുമ്പോൾ ഒരു കിളയായിട്ടാണ് ഈ സിലോപ്പിയ വരുന്നത്. ഇവന്മാർ വന്ന് ഈ ചേറ് തിന്നാനാണ് ഇവന്മാർ വരുന്നത്. ആ സമയത്ത് നമ്മൾ വിര ഇട്ട് കൊടുത്താൽ അന്നേരം തന്നെ നല്ല രീതിയിൽ ഇവന്മാർ ഇതിനകത്ത് കയറി നമുക്ക് ഹുക്കാവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് കാലാവസ്ഥയും വളരെയധികം മോശമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. അങ്ങനെ വീണ്ടും ഒരുപാട് കാത്തിരിന് ശേഷം ഞങ്ങൾക്ക് വീണ്ടും ഒരു നല്ലൊരു സിലോപ്പി കിട്ടിയിരിക്കുന്നു. ഒരു 1/4 കിലോമീറ്ററിൽ എങ്ങനെയാണെങ്കിലും ഇവൻ കാണും. അത് കിളയായിട്ട് വന്ന സമയത്ത് അടിച്ചാണ്. പക്ഷേ അതിനുശേഷം വലിയ കൊത്തും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു.
കാലാവസ്ഥ മോശമാണെങ്കിൽ സിലോപ്പിയ വരുന്നത് ഭയങ്കരധികം ശോകമായിരിക്കും. കിട്ടിയത് വെച്ച് നല്ലൊരു സിലോപ്പിയ തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം. ഏതായാലും ഇന്നത്തെ ദിവസം വന്നത് എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും വെറുതെ ആയില്ല. അപ്പം അപ്പോൾ സമയം ഏകദേശം 6 മണിയായി. ഞങ്ങൾ തിരിച്ച് കയറാൻ പോവുകയാണ്. കാരണം കുറച്ച് 1, 2, 3 സിലോപ്പി ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ നല്ല അടിപൊളി ഫിഷിംഗ് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്